ഹായ്, വെൽക്കം ടു ഈ സ്റ്റോറീസ്. ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പൗലോ കൊയ്ലോയുടെ ദി ആർച്ചർ എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 5 ലൈഫ് ചേഞ്ചിങ് പോയിന്റ്സ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പോയിന്റ് നമ്പർ 1, ഡിസിപ്ലിൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മോട്ടിവേഷൻ. ഇതിലെ ഒരു പ്രധാനപ്പെട്ട പവർഫുൾ ലെസൺ തന്നെയാണ് ഡിസിപ്ലിൻ. അപ്പോൾ ആർച്ചർ ഇവിടെ പറയുന്നത് ഡിസിപ്ലിൻ എത്രത്തോളം പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ ടാലന്റ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിത വിജയം നേടാൻ സാധിക്കില്ല. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് അതിൽ മികച്ച ഒരു കഴിവ് പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആർച്ചർ പറയുന്നത് നല്ല മികച്ചൊരു ആർച്ചർ ആവാൻ വേണ്ടി ടാലന്റ് മാത്രമല്ല നമുക്ക് വേണ്ടത്, അതിന് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് വേണം. അല്ലാണ്ട് ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ചില മണിക്കൂറുകളിൽ മാത്രം വരുന്ന മോട്ടിവേഷൻ കൊണ്ട് നമുക്ക് അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായെന്ന് വരില്ല. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് അനവധി ഉദാഹരണങ്ങളുണ്ട്. അത് കായിക രംഗത്തായാലും കലാരംഗത്തായാലും ഈവൻ രാഷ്ട്രീയ രംഗത്ത് പോലും ഡിസിപ്ലിൻഡ് ലൈഫ് എങ്ങനെയാണ് നമ്മൾ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വളരെയധികം ഉദാഹരണം നമുക്ക് ചുറ്റിലുമുണ്ട്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് വെറും ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു റിയാക്ഷൻ മാത്രമാണ്. അത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചില കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ആ മോട്ടിവേഷനെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ മേക്ക് ദ റൊട്ടീൻസ് ആൻഡ് ഫോളോ ദാറ്റ് റൊട്ടീൻസ്. പോയിന്റ് നമ്പർ 2, ഫോക്കസ്, ഡിഫൈൻ യുവർ ഡയറക്ഷൻ. ഒരു അമ്പ് അതിന്റെ ലക്ഷ്യസ്ഥാനം കാണണമെങ്കിൽ വ്യക്തമായ ക്ലിയർ ആയ ഒരു ഡയറക്ഷൻ വേണം. അതുപോലെ തന്നെയാണ് ഫോക്കസും. ഈ ആധുനിക കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും അത് തന്നെയാണ്. നമുക്ക് വ്യക്തമായൊരു ഫോക്കസ് ഇല്ല. ഒരേ സമയം പല ടാർഗറ്റിലേക്ക് പല ഡയറക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ടാർഗറ്റ് നമുക്ക് ഓൺ ടൈമിലോ അല്ലെങ്കിൽ ശരിയായോ ഹിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ നമ്മുടെ ഫെയിലിയറായി മാറാണ് ചെയ്യാറ്. ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രവർത്തികളെല്ലാം ടോട്ടൽ വേസ്റ്റ് ഓഫ് എനർജി എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആർച്ചറിലൂടെ നമുക്ക് നൽകുന്നത്. പോയിന്റ് നമ്പർ 3, ഫെയിലിയർ ഈസ് ദ പാർട്ട് ഓഫ് മാസ്റ്ററി. ഈവൻ ഒരു മികച്ച ആർച്ചറിന് പോലും അവന്റെ ഷോട്ടുകൾ ചില സന്ദർഭങ്ങളിൽ നഷ്ടപ്പെടും. അത് ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോൽവികളും തെറ്റുകളും മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റിനും എല്ലാം വിധേയമാകും. എന്നാൽ തോൽവി എന്ന് പറയുന്നത് അവസാന വാക്കല്ല, ഒട്ടും ദി എൻഡ് അല്ല ഫെയിലിയർ. അത് നിങ്ങൾക്ക് തരുന്ന ഒരു ജെന്യുവിൻ ഫീഡ്ബാക്ക് ആണ്. നിങ്ങൾക്ക് പിഴച്ചത് എവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ തിരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ മുന്നേറാം, എവിടെ പിൻവാങ്ങണം എന്നെല്ലാം തരുന്നൊരു ബെസ്റ്റ് ഫീഡ്ബാക്ക് ആണ്. അതിലും നല്ല ഫീഡ്ബാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടില്ല. ഫെയിലിയർ ഈസ് എ ബെസ്റ്റ് ഫീഡ്ബാക്ക് ഇൻ യുവർ ലൈഫ്. ഓരോ മിസ് ഷോട്ടുകളും അത് ഓരോ ലെസൺസ് ആണ്. എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്, നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാതെ പോയത്, അതുപോലെ തന്നെയാണ് ലൈഫിൽ നമ്മൾ എടുക്കേണ്ടത്. എവിടെ പിഴച്ചു, നമ്മൾ എന്തിനെ ശ്രദ്ധിച്ചില്ല, എന്തിനെ അവഗണിച്ചു എന്നെല്ലാം നോക്കി മുന്നോട്ട് പോവാ. പക്ഷെ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വിൽ ക്വിറ്റ് ആഫ്റ്റർ ദ ഫെയിലിയർ. പക്ഷെ മാസ്റ്റേഴ്സ് ഒരിക്കലും അങ്ങനെയല്ല. അവർ ആ ഫെയിലിയർ പഠിച്ച് മുന്നോട്ട് പോകും. ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഗ്രോത്തും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനും നമ്മളെ സഹായിക്കും. പോയിന്റ് നമ്പർ 4, റിയൽ കോൺഫിഡൻസ് ഈസ് സൈലന്റ്. ഇത് ആർച്ചർ നമ്മളുമായി പങ്കുവെക്കുന്ന ഒരു ഡീപ്പ് ലെസൺ ആണ്. റിയൽ സ്കിൽസ് ഡസന്റ് നീഡ് കോൺസ്റ്റന്റ് വാലിഡേഷൻ. ഒരിക്കലും യഥാർത്ഥ സ്കില്ലിന് നമ്മൾക്ക് എപ്പോഴും വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയെന്നാൽ ഒരു സിംഹം എല്ലാവർക്കും തന്റെ സ്ട്രെങ്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വർക്കായിരിക്കണം നിങ്ങൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതിൽ പ്രാക്ടീസ് ചെയ്ത് അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. പോയിന്റ് നമ്പർ 5, അവസാനത്തെ പോയിന്റ്, ലൈഫ് നീഡ് ബാലൻസ്. ആർച്ചർ ഇത് നമ്മ പഠിപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു വില്ല് അത് നിങ്ങൾ എത്രത്തോളം ടൈറ്റ് ആക്കിയിട്ട് കെട്ടുന്നു അല്ലെങ്കിൽ ടൈറ്റായി പിടിക്കുന്നു, അത് ഒടിയാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അത് നിങ്ങൾ ലൂസാക്കി വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് അമ്പ് ചെയ്യാനും സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ അമ്പ് നിങ്ങൾ വിചാരിച്ചെടുത്ത് പോകില്ല. അതുപോലെ തന്നെ ജീവിതവും വളരെ മുറുക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കര പ്രഷർ നിങ്ങൾ ലൈഫിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ ടോട്ടലി എക്സോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾ വളരെ ലേസി ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ്, അതാണ് യഥാർത്ഥ വിജയം. അതിലായിരിക്കും നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കുക. അങ്ങനെ ബാലൻസ്ഡ് ലൈഫിൽ മുന്നോട്ട് പോവുക, സന്തോഷവാനായിട്ട് ജീവിച്ചു മരിക്കുക എന്നുള്ളതാണ് ആർച്ചറിലൂടെ നമുക്ക് കിട്ടുന്ന അടുത്ത പാഠം.
പൗളോ കൊയ്ലോയുടെ ദി ആർച്ചർ എന്ന ഈ പുസ്തകം വളരെ ചെറിയ പുസ്തകമാണെങ്കിൽ കൂടിയും ഇതിലെ ലെസൺസ് വളരെ ഡീപ്പും വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വായിക്കാനും വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒരു ഗിവ് ആൻഡ് ടേക്ക് കമ്മ്യൂണിക്കേഷൻ പോലെയാണ് ഇതിലുള്ള കാര്യങ്ങൾ. എല്ലാവരും തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇനി നിങ്ങളൊരു അധ്യാപകനോ അല്ലെങ്കിൽ രക്ഷിതാവോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുസ്തകം വായിക്കണം. നിങ്ങളുടെ ലൈഫിൽ അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുപറ്റിയുള്ളവർക്ക് ഇതിന്റെ ആശയം നിങ്ങൾ പങ്കുവെക്കണം. കാരണം ഫോക്കസ്, ഡിസിപ്ലിൻ, ലൈഫ് ബാലൻസ്, ഫെയിലിയർ, കോൺഫിഡൻസ് ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണിത്. ആച്ചർ പറയുന്ന പോലെ ഇതിലെ പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കി നിങ്ങൾ അതിൽ മാസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫും വണ്ടർഫുൾ, ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് തോന്നിയ എന്താണെന്നെങ്കിൽ അത് പ്ലീസ് കമൻറ്റ്. നിങ്ങളുടെ അഭിപ്രായവും പങ്കുവയ്ക്കുക. താങ്ക് യു.